ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കാൻ സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യൻ സമയം രാത്രി 8:17 ഖസാക്കിസ്ഥാനിൽ നിന്നാകും വിക്ഷേപണം നടക്കുക. എക്സ്പെഡിഷൻ 75ന്റെ ഭാഗമായാണ് യാത്ര. ഏകദേശം 8 മാസത്തോളം ബഹിരാകാശത്ത് കഴിയും. റഷ്യക്കാരായ പ്യോത്തർ ഡൂബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിലിനൊപ്പമുണ്ട്. നാസയുടെ MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് ഇന്ന് വിക്ഷേപണം നടക്കുന്നത്. വിവരങ്ങളുമായി അനുരഞ്ജന കൃഷ്ണയാണ് ചേരുന്നത്. അനുരഞ്ജന, മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ്. ഇപ്പോൾ അപൂർവ നേട്ടം സ്വന്തമാക്കാനാണ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ തയ്യാറാകുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഇന്ന് മലയാളി പേരുള്ള അനിൽ മേനോനും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇന്ത്യൻ പ്രാദേശിക സമയം 8:17 ഖസാക്കിസ്ഥാനിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ഖസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. റഷ്യൻ പേടകമായ MS-29 സോയൂസ് MS-29 പേടകത്തിലാണ് ഇവർ ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നത്. ഇന്ന് രാത്രി 8:17 തിരിക്കുന്ന യാത്ര രാത്രി 11:56 പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യപ്പെടും. അതിനുശേഷം തുടർന്ന് ബുധനാഴ്ച 1:25 അന്താരാഷ്ട്ര നിലയത്തിലേക്ക് പേടകം എത്തിച്ചേരും. വലിയ ചരിത്രപ്രധാനമായൊരു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഈ സംഘം ഇന്ന് പോകുന്നത്. മലയാളിയായ അനിൽ മേനോനോടൊപ്പം ഇന്ന് മറ്റ് 2 റഷ്യൻ ഗവേഷണ യാത്രികർ കൂടി ഇദ്ദേഹത്തിൻ്റെ സഹയാത്രികരായിട്ട് ഇന്ന് പോകുന്നുണ്ട്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിഗിന എന്നിവരാണ് ഈ ദൗത്യത്തിൽ അനിൽ മേനോൻ്റെ സഹയാത്രികരായി ഉള്ളത്. വളരെ ചരിത്രപ്രധാനമായ ഒരു യാത്രയുടെ ഭാഗമായാണ് ഇവർ ഈ യാത്ര തിരിക്കുന്നത്. അനിൽ മേനോൻ 2021 ഈ യാത്രയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ശേഷം കഴിഞ്ഞ വർഷങ്ങളിലായി നീണ്ട കഠിനമായ പരിശീലനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ യാത്ര തിരിക്കുന്നത്. അവസാനമായി അനിൽ മേനോൻ്റെ പിതാവ് ശങ്കർ മേനോൻ മലയാളിയാണ്. പാലക്കാട്ടുകാരൻ, ഒറ്റപ്പാലക്കാരനാണ് ശങ്കർ മേനോൻ. അനിൽ ജനിച്ചതും വളർന്നതുമൊക്കെ അമേരിക്കയിലാണെങ്കിലും അനിൽ കേരളത്തിൽ വരികയും കേരളം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമൊക്കെ. എഞ്ചിനീയറിംഗിലും മെഡിസിനിലും ബിരുദം നേടിയ പ്രഗത്ഭനായൊരു ഗവേഷകനാണ് അനിൽ മേനോൻ. അതുമാത്രമല്ല, കേണലായും സ്പേസ് ഫോഴ്സിൽ കേണലായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ഗവേഷക തന്നെയാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ഗവേഷക ആണ്. ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇവർ ഒരുമിച്ച് സ്പേസ് എക്സിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. എമർജൻസി മെഡിസിനിലാണ് ആദ്യമായി അദ്ദേഹം പ്രാഗൽഭ്യം നേടിയിട്ടുള്ളത്. ഫ്ലൈറ്റ് സർജനായി 2014 അദ്ദേഹം നാസിൽ ആദ്യമായി ചേരുന്നത്. ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് വൈദ്യസഹായം നൽകുന്ന ഉൾപ്പെടെയുള്ള മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2018 സ്പേസ് എക്സിൽ അദ്ദേഹം ജോലിക്കായിട്ട് ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായി തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ബഹിരാകാശ യാത്രയ്ക്ക് മുന്നൊരുക്കങ്ങൾ നടത്താൻ അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതേപോലെ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ചരിത്രപ്രധാനമായ ഒരു യാത്രയുടെ ഭാഗമായി അദ്ദേഹം ഈ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ദമ്പതികളായി മാറുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിക്കുകയാണ് ഈ യാത്രയോടുകൂടി. 8 മാസം നീളുന്നൊരു പദ്ധതിയുടെ ഭാഗമായാണ് ഈ യാത്ര ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് പോകുന്ന ഈ യാത്രയ്ക്ക് ശേഷം പിന്നീട് 8 മാസങ്ങൾക്ക് ശേഷം ഏപ്രിലായിരിക്കും ഈ യാത്രക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നടക്കുന്ന യാത്രയിൽ പല ഗവേഷണങ്ങളും നടക്കും. ഭാവിയിൽ ഒരു പക്ഷേ ചന്ദ്രനിലേക്കൊക്കെ പോകുന്നൊരു മലയാളി എന്നുള്ളൊരു അപൂർവമായ കാര്യങ്ങളൊക്കെ തന്നെ നടക്കാനുള്ളൊരു സാധ്യതയൊക്കെ, ചരിത്രപ്രധാനമായൊരു കാര്യമൊക്കെ നടക്കാനുള്ളൊരു സാധ്യതയൊക്കെ തന്നെ മുന്നിൽ തെളിയുന്ന ഒരു ഗവേഷണത്തിനാണ് ഇത്തവണ ഇവർ ഈ പോകുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്റ്റാർഷിപ്പ് പേടകത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായിട്ടുള്ള ഒരു ആളാണ് ഈ അനിൽ മേനോൻ എന്ന് പറയുന്നത്. 2021 ഡിസംബറിലാണ് അനിൽ മേനോൻ ഈ നാസയുടെ ബഹിരാകാശ യാത്രയുടെ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് 2 വർഷത്തെ കഠിനമായ പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ സ്വപ്ന പദ്ധതിക്ക് ചുവട് വെക്കുന്നത്, ഈ ദൗത്യത്തിലേക്ക് ചുവട് വെക്കുന്നത്. ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ പരീക്ഷണങ്ങൾക്കാണ് അനിൽ മേനോൻ തുടക്കം കുറിക്കുന്നതെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അനിൽ മേനോൻ്റെ ഭാര്യ അന്ന മേനോനും ബഹിരാകാശ സഞ്ചാരിയാണ്. 2024 സ്പേസ് എക്സ് പോളാരിസ് ഡോൺ ദൗത്യത്തിൻ്റെ ഭാഗമായി അന്ന ബഹിരാകാശത്തെത്തിയിരുന്നു. ഈ ദൗത്യത്തോടു കൂടി
പോയി വരുന്ന ഇപ്പോഴത്തെ ദൗത്യത്തോടു കൂടി ഇരുവരും ബഹിരാകാശത്ത് പോയി വരുന്ന ആദ്യ ദമ്പതികൾ എന്നുള്ളൊരു ചരിത്രത്തിലേക്ക് കൂടിയാണ് എത്തുന്നത്. ഇതോടെ ബഹിരാകാശത്ത് യാത്ര ചെയ്ത അപൂർവ ദമ്പതികൾ എന്നൊരു ചരിത്രമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും മലയാളികളുടെ അഭിമാനം കൂടിയായ ഒരു ചരിത്രപ്രധാനമായൊരു ദൗത്യത്തിലേക്കാണ് ഇന്ന് ഈ ഗവേഷണ സംഘം ചുവട് വെക്കുന്നത്. എന്തായാലും നമുക്കും അഭിമാനിക്കാം അതിൽ. 8 മാസം കഴിഞ്ഞ് ഗവേഷണ ദൗത്യത്തിൻ്റെ ഭാഗമായി വരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും ഭാവിയിലേക്കുള്ള ചരിത്രപ്രധാനമായ ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിനായുള്ള ഒരു ഗവേഷണങ്ങളാണ് ഈ നടക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അഭിമാനകരമായ കാര്യമാണ്. എന്തായാലും റഷ്യക്കാർ അടങ്ങുന്ന ഈ സംഘം ഇന്ന് രാത്രിയോടെ 8:17 കൂടിയാണ് കസാഖിസ്ഥാനിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ബുധനാഴ്ചയോടുകൂടി അവർ അന്താരാഷ്ട്ര ഗവേഷണ നിലയത്തിൽ എത്തുന്നതായിരിക്കും. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖിസ്ഥാനിൽ നിന്നാകും വിക്ഷേപണം നടക്കുക. വിവരങ്ങൾ നൽകിയത് അനുരഞ്ജന കൃഷ്ണയാണ്.